കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ മകനെ എന്നിൽ നിന്ന് അകറ്റുവെന്ന് വെല്ലുവിളിച്ചവളവള്. അതിനുവേണ്ടി ഓരോ സാഹചര്യങ്ങള് അവള് മനഃപൂർവ്വം സൃഷ്ടിച്ചോണ്ടിരിക്കുക. അപ്പോഴല്ലേ അവൾക്ക് മുന്നിൽ തലകുനിച്ചു കൊടുക്കാനേ വിജയലക്ഷ്മിക്ക് മനസ്സില്ല. രാജു വരട്ടെ, എന്നിട്ട് അവൻ തന്നെ തീരുമാനിക്കട്ടെ അമ്മ വേണോ അതോ ഭാര്യ വേണോന്ന്. അല്ല പിന്നെ ഇത് ഇനി എങ്ങനെ പരിഹരിക്കും? വിജയ്, ആരേത്? പറശാരിയെ സർ, ഞാൻ സാറിന്റെ വീട്ടുപടിക്കൽ നിൽക്കുക. വീട്ടുപടിക്കാൻ നിൽക്കുന്നു? സാറിന്റെ അമ്മ പറഞ്ഞു വീടിനകത്ത് കയറണ്ടാന്ന്. എടോ, അമ്മ ചിലപ്പോ ഒരു ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും. എന്ന് കരുതി താൻ വീട്ടിലേക്ക് കയറി അമ്മ പിടിച്ച് വിഴുങ്ങോ? സർ, അത് ശരിയെ കോളേജിൽ പോലീസ് റെയ്ഡ് നടന്നു. കുട്ടികൾക്കിടയിൽ ആരോ മയക്കുമരുന്ന് വിതരണം നടത്തുന്നുണ്ടെന്ന്. 2-3 പേര് പോലീസ് കസ്റ്റഡിയിലാ. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനോട് പൊക്കോണ്ടിരിക്കുക. സർ, എടോ, ഇയാളത്ര സില്ലി ആവല്ലേ. ഞാൻ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വിളിക്കാം. സർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. താൻ ഫോണൊന്ന് വെച്ചേ. സർ, രാജുവിനെ വിളിച്ചു പറഞ്ഞിട്ട് എന്തായിടി? കഴുത്തിലൊരു താലി ഞാത്തിയിട്ടിട്ടുണ്ടെങ്കിലും നീ ഇപ്പോഴും അവനെ വിളിക്കുന്നത് സാറേന്നാ. എനിക്കതിന്റെ ആവശ്യമില്ല. അവനെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയതേ ഈ ഞാന്. ഇപ്പോഴും ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറമൊന്നും അവൻ പോവില്ല. നീ എന്താ വിചാരിച്ചേ? അവൻ വന്നെന്റെ മൂക്കിലെത്തുവന്നോ? ഞാനൊന്ന് നോക്കട്ടെ മൂക്ക് ചെത്താൻ പറ്റുമെന്ന്. എങ്കിലൊന്ന് കാണട്ടടി. വിജയ്, നീ അകത്ത് പോ. അല്ല കൃഷ്ണ കുടിച്ചേട്ടാ, ഇവള് തോന്നിയാസം കാട്ടിട്ടൊരു നാണോ ഇല്ലാന്ന് വർത്താനം പറയുന്ന കണ്ടില്ലേ? എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നിന്നോടാ പറഞ്ഞത് അകത്ത് പോവാൻ. നിക്കുന്ന നിപ്പ് കണ്ടില്ലേ? നീയും പോ അകത്ത്. ഇല്ല അമ്മാവ, ഇനി ഇതിനൊരു തീരുമാനം അറിഞ്ഞിട്ടേ ഞാൻ അകത്തേക്കുള്ളൂ. എന്ത് പാടാണോ എന്തോ. അവസാന തീരുമാനമാണോ? ആ, അതെ. ആ,
ക്ലീറ്റസിന്റെ കയ്യിൽ ഉറപ്പായി ഒരു തെളിവുണ്ടാവും. തെളിവുണ്ടെങ്കിലും അത് നിനക്ക് കിട്ടാൻ പോകുന്നില്ലടി. ഒക്കെ പറഞ്ഞിരിക്കുന്നല്ലോ. എന്റെ വേളാങ്കണ്ണി മാതാവേ, നീ അത്ഭുതം പ്രവർത്തിച്ചു. അല്ലാതെ ഇങ്ങനെ വരൂല. ഏതായാലും കസ്റ്റമർ ഈ നിത്തവണ അടികൊള്ളാതെ രക്ഷപ്പെടാം. അയ്യോ, ഒരു പാർട്ടിയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വരുമെന്ന് പറഞ്ഞാണല്ലേ, ഇതുവരെ കണ്ടില്ലല്ലേ. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചേക്ക്. ഞാൻ അവര് വരുന്നു സമയത്ത് കത്തണേ. ഹലോ ഹലോ, ഇതിലല്ലേ ഇതോടെ നോക്കുന്നു. വേറെ പോണോ? എവനായിരുന്നു ഇടാ ഫോണേ. ആരായിരിക്കും ഇത്? ഹലോ ഹലോ, ഇതാരാ? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലാതിരിക്കുമ്പോഴാ തനിക്കറിയാൻ പറഞ്ഞ ഞാൻ ആരാണെന്ന്. അല്ല സുഹൃത്തെ, നിങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്റെ ഫോണിലാ. ഓഹോ, അപ്പൊ നിങ്ങൾ സംസാരിക്കണ എന്റെ ഫോണിലാണോ? ഷോ, ഇതിപ്പോ എന്നെയും കൂടി കൺഫ്യൂഷൻ ആക്കുമല്ലോ. എന്റെ ഫോൺ വഴി കളഞ്ഞുപോയി. ആ നമ്പറിലാ ഇപ്പൊ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നേ. ഒരു മൊബൈല്. ഇവനാ? ഓ, അത് ശരി, അങ്ങനെ പറ. ഇത് കളഞ്ഞിട്ടേ ഫോൺ തന്നെ. ഓ, ഞാൻ ആരാണെന്ന് സുഹൃത്തിന് മനസ്സിലായോ? ഇല്ല. അന്ന് നിങ്ങളൊരു ബൈക്ക് വന്ന് തട്ടിയില്ലേ? ആ ബൈക്ക് ഓടിച്ചിട്ട് വേറെ ഞാനാ. ഓ, നിങ്ങളുടെ കയ്യിലാണോ ഇപ്പൊ എന്റെ ഫോൺ? അതെ. അത് ഭദ്രമായിട്ട് ഇപ്പൊ എന്റെ ചെവിയോട് ചേർന്നിരിപ്പുണ്ട്. അപ്പോ സ്ഥലം എവിടെയാ? എന്റെ സ്റ്റുഡിയോയിൽ. അതെവിടെയാ? ബേക്കർ ജംഗ്ഷനിൽ വന്നിട്ട് ഒരു കൊച്ചു കുട്ടിയോട് പോലും ക്ലീറ്റസിന്റെ സ്റ്റുഡിയോ ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരും. ഞാനും എന്റെ സ്റ്റുഡിയോ അത്ര ഫേമസ് ആണ്. എന്നാ പിന്നെ ഞാനിപ്പോ അങ്ങോട്ട് വരട്ടെ? വാന്ന്, എനിക്കിവിടെ തോന്നുന്നു പണി. അല്ലല്ല, ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. നിന്ന് തിരിയാൻ സമയമില്ല. എന്നാലും കുഴപ്പമില്ല, വാ. അപ്പൊ ശരി. ശരി ശരി ശരി. താങ്ക്സ് ഏട്ടാ, എന്റെ ഫോൺ കിട്ടി. അല്ലേട്ടാ, ഈ ക്ലീറ്റസിന്റെ സ്റ്റുഡിയോ എവിടെയാ? അത് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോയാൽ മതി. ഓ, ഇടത്തോട്ടല്ലേ? ഇടത്തോട്ട്. പോട്ടെ. താങ്ക്സ് ഏട്ടാ. ശരി. എന്നാൽ ഇതെങ്ങനെ ഇത്ര വൃത്തിയായിട്ട് പറഞ്ഞു? ഇത് വേറെ ആരോ കൊടുത്ത ഫോട്ടോ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയില്ല. എന്ത് ചെയ്യുമെന്ന് പറയാം. പണി അറിഞ്ഞുകൂടെങ്കിൽ ഇത് നടത്തിക്കൊണ്ടുപോകാൻ പാടുമാണ്. അവനാണെങ്കിൽ കാണുന്നുമില്ല. അയ്യോ അയ്യോ, ഇറക്കോ ദൈവമേ, ഇതൊന്നൊന്ന് തലകുത്തി കിറങ്ങണത്. അടുത്തമ്മ ജോലിക്ക് വെച്ച സമയത്ത് വരെയില്ല. അവിടെ 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 ഓ, രക്ഷോട്ട്. ഞാൻ തൊട്ടപ്പോ കറങ്ങുകയും ചെയ്യും. ഒന്നുകൂടെ നോക്കാം. തുടങ്ങി. ആ തെണ്ടിയാണെങ്കിൽ ഒരു സമയത്ത് നേരത്തെ വരാൻ പറഞ്ഞാൽ വരയില്ല. നാളെ കൊടുക്കുകയും വേണം. ഇത് നിനക്ക് നേരെ നീക്കാറുണ്ടോ?
എക്സ്ക്യൂസ് മീ, ഇവിടെ ആരും ഇല്ലേ? അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പാടില്ലേ? ഒരു അസിസ്റ്റന്റ് ഉള്ളതാണെങ്കിൽ അവനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. കേറി പോരെ. നിങ്ങളായിരുന്നാ? അതെ. ഇനി ക്ലീറ്റസ് അവിടെ കാണുമോ? അല്ല, എന്റെ ഫോണ്. അയ്യോ, സംസാരിച്ചത് ആ കാര്യം മറന്നു. ഇതായതല്ലേ? അതെ. ഇനി എങ്ങനെ സൂക്ഷിച്ചും കണ്ടോ കൊണ്ടു നടക്കണം. എന്റെ കയ്യിലായോണ്ട് ഇത് കിട്ടി. വളരെ നന്ദിയുണ്ട് കേട്ടോ. ഓ, ഇതൊക്കെ എന്തോന്ന്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി, ആയിക്കോട്ടെ. ഇത് സൂക്ഷിച്ചതിന് പ്രതിഫലമായിട്ട് ഞാൻ എന്തെങ്കിലും തരേണ്ടതാ. ഓ, പക്ഷേ ഇപ്പൊ എന്റെ കയ്യിലൊന്നും. ഓ, അതൊന്നും വേണ്ട. ഇത് പ്രതിഫലം ഒന്നും ആഗ്രഹിച്ചുള്ള കാര്യമല്ല. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഫോട്ടോ എടുക്കാനുണ്ടെങ്കിൽ ഈ ക്ലീറ്റസിന്റെ മുഖം ഓർത്താൽ മതി. ഒരു കല്യാണം വരുന്നുണ്ട്. ഉറപ്പായിട്ടും അത് ക്ലീറ്റസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. നിങ്ങളെ? അതെ. ആര് പെണ്ണ്? അത് തെരഞ്ഞോണ്ടിരിക്കുക. ആ കൈ ഇങ്ങോട്ടേ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. അപ്പൊ ശരി. അങ്ങനെ ഒരു മൊബൈൽ കളഞ്ഞിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ ഒത്ത്. ഇത് ഞാൻ അറുത്ത് വാങ്ങിക്കും. ക്ലീറ്റസേ, മാഡം. അതെ, ഫോട്ടോസ് എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ്. ഒരു മിനിറ്റ്. മാഡം വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. എന്റെ വേളാങ്കണ്ണി മാതാവേ, എനിക്ക് ഭാഗ്യമുണ്ട്. എന്താ ഗുരു? നിന്നെ ഒന്ന് കണ്ടു കിട്ടിയല്ലോ. ഞാൻ ആ ചാക്കോ മാഷിന്റെ ഭാര്യ മറിയാമ്മയുടെ സംസ്കാരത്തിന്റെ ഫോട്ടോ കൊടുക്കാൻ പോയതാ. മിടുക്കൻ. അങ്ങനെ ഒരു ജോലി ചെയ്തല്ലോ. കാശ് വല്ലതും കിട്ടിയായിരുന്നോടാ? ഫോട്ടോ കണ്ടിട്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ തന്നോലെ തന്നെ. അല്ല ഗുരു, എനിക്കൊരു സംശയം. ഈ ചാക്കോ മാഷിന്റെ ഭാര്യയെ ചിതയിൽ വെച്ച് കത്തിക്കാണോ ചെയ്തേ? അല്ല. എന്നിട്ട് ചിത കത്തിക്കുന്ന ഫോട്ടോയാണല്ലോ ഞാനതിൽ കണ്ടത്. എന്റെ കർത്താവേ, കുത്തിക്കാരൻ വേലായുധന്റെ ഭാര്യ ദമയന്തി. അയ്യോ, അപ്പൊ മറിയാമ്മ എവിടെ പോയി? മറിയാമ്മ? എന്റെ കർത്താവ്, എന്റെ സംസ്കാരം ഉറപ്പായി. ചാക്കോ മാഷി പെട്ടിയിൽ അടക്കിയ ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേലായുധം ചെയ്തേ വെച്ച് കത്തിച്ചോളൂ. ഇവിടെ തെണ്ടി. ക്ലീറ്റസേ, ഫോട്ടോ ഒന്ന് വേഗം കിട്ടിയിരുന്നെങ്കിൽ. എടാ, വിഷ്ണു ആശാന്റെ അനിയത്തിന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ എടുത്തോളൂ. ചെല്ല്. ഭഗവാനെ, പിടി വീഴുന്നൊന്നും ഉണ്ടാകല്ലേ ആ കൂട്ടത്തിൽ. ഒന്ന് വഴിമാർക്കേ. എന്റെ അസിസ്റ്റന്റിന്റെ കാര്യക്ഷമത കണ്ടല്ലേ? ഇതാണ് രീതി. ഇവിടെ എന്തോന്നായിരുന്നു? ഫാമിലി ഫോട്ടോയാ. ഒറ്റയ്ക്ക് ഫാമിലി ഫോട്ടോയാ? കുട്ടിയുടെ ഫാമിലി കുട്ടി മാത്രമേ കാണുള്ളൂ. അല്ലല്ല, ബാക്കിയുള്ളവർക്ക് പിന്നാലെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ പോകുന്നേ ഉള്ളൂ.
എടാ പെട്ടെന്ന് കൊണ്ട് വാടാ. ഒന്ന് മാർക്കേ പ്ലീസ്. കസ്റ്റമർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു ആശാൻ അനിയത്തിന്റെ വെഡിങ് ആനിവേഴ്സറി ഫോട്ടോ തന്നെയാണല്ലേ, അല്ലാതെ ആറ്റുവൽ പൊങ്കാലല്ലേ? അല്ല ആശാനെ, എന്നെ വിശ്വസിക്കാൻ പറ്റൂല. ആ ശാലിനി മറ്റുണ്ട്. ഇത് തന്നെ നടക്കും. ആളുവാക്കിയിട്ടില്ല, പെട്ടെന്ന് ശരിയാക്കി തരാ. എങ്ങനെയുണ്ട് മാഡം? പോയിട്ട് എന്റെ ഭഗവാനെ, അതെ, ആ ആൽബം ഒന്ന് കാണിക്കോ? അയ്യോ, സോറി. ഇങ്ങോട്ട് വേടാ. എടാ പോത്തെ, എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ? സോറി കേട്ടോ, ഞാൻ സഹായിക്കാൻ എടുത്തു വെക്കാൻ. വേണ്ട, അതല്ല എന്റെ തെറ്റല്ലേ. ഇതിപ്പോ എന്റെ ആവശ്യമാടി. ഭാഗ്യം എന്റെ കൂടെ അടി. ഇനി എന്ത് കോപ്പാടി നീ തിരയുന്നത്? നീ അന്വേഷിക്കുന്ന സാധനം എന്റെ കയ്യിലാ. ഫോട്ടോസ് നന്നായിട്ടില്ലേ മാഡം? നന്നായിട്ടുണ്ട്. ക്ലീറ്റസ്, അന്നേ നമ്മൾ വീഡിയോ എടുത്തിരുന്നല്ലേ, അതെന്തേ? ഇനി അതുകൊണ്ടോ? ഉണ്ടല്ലോ, ക്വാളിറ്റി അതാണ് ഗ്ലിറ്റേഴ്സിന്റെ മെയിൻ. ഒന്ന് വഴി തരണേ. എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ മേഡം? ഈ ക്ലീറ്റസിനെ ഒരു കാര്യം ഏൽപ്പിച്ച അതെല്ലാം സക്സസ് ആയിരിക്കും. ഗുരു, ആ ഫോൺ എവിടെ? ഏത് ഫോണ്? അത് നമ്മള് വീഡിയോ പിടിച്ച ഫോണ്. അതതിന്റെ ഉടമസ്ഥ വന്ന് കൊണ്ടുപോയടാ. ചതിച്ചോ ഗുരു, വീഡിയോ ഫോണിനുള്ളിലായിരുന്നു. കർത്താവേ, നീ അത് കോപ്പി ചെയ്തില്ലായിരുന്നാ? വിട്ടുപോയി ഗുരു, ആ ഫോൺ തിരക്കി ഉടനെ ആരും വരുമെന്ന് ഞാൻ കരുതിയില്ല. നീ അത് കോപ്പി ചെയ്തില്ലടോ? നീ എന്താ ക്ലീറ്റസ് നടക്കുന്നേ?
മാഡം മാപ്പാക്കണം. വിഷ്ണു ആശാൻ അനിയത്തിയുടെ വെഡിങ് ആനിവേഴ്സറി കവർ ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങളെ വീഡിയോ ക്യാമറ കേടായിരുന്നു. സത്യാമ്മയുടെ അത് പറയാനുള്ള പേടിയുണ്ട്. ഞങ്ങളെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോണില്ല വീഡിയോ ഷൂട്ട് ചെയ്ത്. സത്യം പറഞ്ഞ മാഡം അത് ഞങ്ങൾക്ക് വഴി കിടന്നിട്ടിയ ഫോണായിരുന്നു. അതിൽ നിന്ന് വീഡിയോ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്യാൻ ഞാൻ ഈ കോപ്പറോട് പറഞ്ഞതാ. ഈ മരമാക്കർ അത് ചെയ്തില്ല. കുറച്ചു മുമ്പ് ഫോണിന്റെ ഉടമസ്ഥൻ വന്നത് മാറ്റമുണ്ട്. ക്ഷമിക്കണം മാഡം. ജയിച്ചു.